നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഓട്ടോ ഫിൽട്ടർ ബോട്ടുകൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി. അത് വെച്ച് ഒരുപാട് പേര് ബോട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് മാനേജർ ബോട്ടും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഗ്രൂപ്പ് മാനേജർ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഗ്രൂപ്പ് മാനേജർ ബോട്ടുകൾ ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് മാനേജർ ബോട്ടുകൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അതായത് റോസ് ബോട്ട്, അതുപോലെ തന്നെ കൊച്ചു മുതലാളി ബോട്ട് എന്ന് പറയുന്ന ബോട്ട്, അതുപോലെ ഇഷ്ടംപോലെ ബോട്ടുകൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കെല്ലാവർക്കും ആഗ്രഹം നമുക്കിഷ്ടമുള്ള ഒരാളുടെ പേരിൽ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ, നമുക്കിഷ്ടമുള്ള ഒരു ആക്ടറിൻ്റെ പേരിൽ, ആരെങ്കിലും പേരിൽ നമുക്കിഷ്ടമുള്ള ഫോട്ടോ വെച്ച് ഒരു നല്ല ബോർഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ റിപ്പോസിറ്ററി ലിങ്ക് വെച്ച് ക്രിയേറ്റ് ചെയ്യുകയല്ല. കാരണം അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഹെറോക്കു ആപ്പിലെ സമയം തീരുമ്പോൾ ആ ഒരു ബോട്ട് സ്റ്റോപ്പ് ആകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ബോട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് മാനേജർ ബോട്ട് ക്ലോൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആ ഒരു ബോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഈ ഗ്രൂപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ബോട്ടാണ് നമ്മൾ ക്ലോൺ ചെയ്യാൻ വേണ്ടി പോകുന്ന ബോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിം ഗ്രൂപ്പ് ഹെൽപ്പ് ബോട്ട്, GHB ക്യാപിറ്റൽ ഗ്രൂപ്പ് ഹെൽപ്പ് ബോട്ട് എന്നാണ്. ആ ഒരു ബോട്ട് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒരു ബോട്ട് ഫാദറിലേക്ക് വരിക. ബോട്ട് ഫാദറിലേക്ക് നമ്മളൊന്ന് സ്റ്റാർട്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു ഭാഗം ലഭിക്കും. ബോട്ട് ഫാദർ എല്ലാവർക്കും അറിയാമായിരിക്കുമ്പോൾ ഇതാണ് ബോട്ട് ഫാദറിൻ്റെ യൂസർ നെയിം. ഇവിടെ പോയതിനു ശേഷം ഈ ഒരു സ്ലാഷിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങളുടെ ഗ്രൂപ്പ് ഹെൽപ്പ് ബോട്ടിൻ്റെ പേരെന്താണോ ആ ഒരു ബോട്ടിൻ്റെ നെയിം അവിടെ കൊടുക്കുക. ഞാനിവിടെ ഐവർ എന്ന് കൊടുത്തു. അതിനുശേഷം സെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളോട് യൂസർ നെയിം ചോദിക്കും. അതായത് നമ്മുടെ ബോട്ടിൻ്റെ യൂസർ നെയിം വെച്ചാണ് നമ്മുടെ ബോട്ട് സെർച്ച് ചെയ്യുക. ആ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിം അവസാനം ബോട്ട് എന്ന് വരുന്നത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു യൂസർ നെയിം ഇവിടെ ഓൾറെഡി ടേക്കൺ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോട്ടിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പം ഒരാൾ എടുത്തു കഴിഞ്ഞ ബോട്ട് നമുക്ക് വീണ്ടും എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഞാനിവിടെ ഐവർ ബോൺലെസ് ബോട്ട് എന്ന് കൊടുത്തു. അതിനുശേഷം സെൻഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബോട്ട് ഒരു കുഴപ്പമില്ല, ആ ഒരു ബോട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അവസാനം വന്ന ഈ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഫോർവേഡഡ് വിത്ത് കോഡ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. നിങ്ങൾ പ്ലസ് മെസ്സഞ്ചറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ഭാഗം ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ടെലഗ്രാമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർവേഡ് ബട്ടൺ മാത്രമേ കാണത്തുള്ളൂ, അത് കൊടുത്താൽ മതി. പക്ഷേ പ്ലസ് മെസ്സഞ്ചർ ഉപയോഗിക്കുന്നവർ ആ ഒരു ഫോർവേഡ് വിത്ത് കോഡ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ബോർഡിലേക്ക് നമ്മളത് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ലോഡിങ് എന്ന് കാണിക്കും. അതിനുശേഷം ആ ഒരു ബോട്ടിലേക്ക് ഈ ഒരു ബോട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കും. അതായത് ദ ബോട്ട് ഐവർ ബോർഡ്ലെസ് ബോട്ട് ഈസ് നൗ വർക്കിംഗ് ലൈക്ക് ഗ്രൂപ്പ് ഹെൽപ്പ് ബോട്ട് എന്ന് കാണിക്കും. അതിനുശേഷം ആ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബോട്ടൊന്ന് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ മറ്റേ ബോർഡിൽ കണ്ട അതേപോലെ തന്നെ ഈ ബോർഡിനകത്തും കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി ബോട്ട് ഫാദറിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഒരു സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈ ബോട്ട്സ് എന്നുള്ള ഭാഗം കാണും. അവിടെ മൈ ബോട്ട്സ് എന്ന് പറഞ്ഞ ഭാഗം കൊടുക്കുക. അവിടെ നമ്മുടെ ബോട്ട് സെലക്ട് ചെയ്യാം, ഐവർ ബോൺലെസ് ബോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആദ്യം നമ്മുടെ ബോട്ട് വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ബോട്ട് സെറ്റിങ്സിൽ പോയതിന് ശേഷം അലോ ഗ്രൂപ്പ്സ് എന്നുള്ള സാധനം ഇപ്പോൾ ഓഫ് ആക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് മതി. നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഓഫ് ആക്കിയിടാം. ആദ്യം നമ്മൾ എഡിറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ എഡിറ്റ് ബോട്ട് പിക്ക് എന്ന് കൊടുക്കുക. അതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോ ലഭിക്കുമല്ലോ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോകൾ എടുക്കാം. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഫോട്ടോ അങ്ങോട്ട് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ കാണിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് സേവ് ടു ഗാലറിയിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് അത് ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറത്തുള്ളൂ. ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സക്സസ് പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷന്, എബൌട്ട് അതൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, അതാണ് ഈ ഒരു നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഈ മുകളിൽ കാണിക്കുന്ന ഈ ഭാഗമാണ് ഡിസ്ക്രിപ്ഷൻ. എബൌട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫോ എന്ന് പറഞ്ഞ ഭാഗമാണ് എബൌട്ട്. നമുക്കിപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം ഐ ആം എ ഗ്രൂപ്പ് മാനേജർ
ബോട്ട് വർക്കിംഗ് ഫോർ. ഇവിടെ നിങ്ങൾക്ക് ലിങ്കുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കയറി വരുന്നവർക്ക് ആദ്യം നമുക്ക് ലിങ്ക് കയറാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ജോയിൻ ഡിസ്കഷൻ, അപ്പോൾ ഞാനത് കൊടുത്തു. ആൻഡ് ഐ ആം മാനേജ്ഡ് ബൈ ഓക്കെ, എൻ്റെ ഐഡിയും കൊടുത്തു. സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബോർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ എബൌട്ട് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് വരിക. ബോർഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത ലിങ്ക് കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയും മാറിയിട്ടുണ്ട്. എബൌട്ട് ഞാൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് എബൌട്ട് വരാത്തത്. ഇവിടെയാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഹെൽപ്പ് മെനു വരും. ഇവിടെ നമുക്ക് ബേസിക് കമാൻഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള മുഴുവൻ വിവരങ്ങൾ നമുക്ക് അവിടെ ലഭിക്കും. ഇനി നമുക്ക് ആദ്യം ഈ ബോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് അഡ്മിൻ ആക്കാം. ആഡ് മീറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. നമ്മുടെ ടെസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ലഭിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് വിട്ടുകളയാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അതിനെ അഡ്മിനാക്കി മാറ്റുക. നമ്മുടെ ബോട്ടിനെ അഡ്മിനാക്കി മാറ്റുക. ഐവർ എന്ന് പറഞ്ഞ ബോട്ടിനെ അഡ്മിനാക്കി മാറ്റുക. ഓക്കെ, നമ്മളിനി ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് നമുക്ക് റിപ്ലൈ തരും. കണ്ടില്ലേ? നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ചാറ്റിൽ ഓപ്പൺ ചെയ്യാം. ഗോ ടു ചാറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ്. എല്ലാ കാര്യങ്ങളും ആൻറ്റി സ്പാം, വെൽക്കം, ആൻറ്റി ഫ്ലഡ്, വെൽക്കം മെസ്സേജ് കൊടുക്കുക, ഫ്ലഡ് കൊടുക്കുക, മറ്റേ URL ബ്ലോക്ക് ചെയ്യുന്നത്, മറ്റേ ബ്ലോക്ക് കൊടുക്കുക, മീഡിയ ടാഗ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അത്രയും വൃത്തിക്ക് തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടില്ലേ സ്റ്റാറ്റസ്, ഗ്രൂപ്പ് ലിങ്ക് എന്ന് പറയുന്നത്, അതായത് ഹിയർ യു ക്യാൻ സെറ്റ് ദ ലിങ്ക് ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് വിൽ ബി വിസിബിൾ വിത്ത് ദ കമാൻഡ് ലിങ്ക്. അതായത് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്രൂപ്പ് മാനേജർ ബോർഡിനകത്ത് സെറ്റാക്കി കൊടുക്കുക. ഇതെല്ലാം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹെൽപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ഹെൽപ്പുകളും ഇതിനകത്തുനിന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? അഡ്വാൻസ്ഡ് ഹെൽപ്പ്, എക്സ്പേർട്ട്, അങ്ങനെ എല്ലാ ഹെൽപ്പുകളും ഇവിടെ ലഭിക്കും. ഇനിയിപ്പോൾ പ്രോ ഗൈഡ്സ്, എക്സ്പേർട്സ്, എല്ലാ ഹെൽപ്പുകളും. അപ്പോൾ ഈ ഒരു ബോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ, നമുക്ക് ഇഷ്ടമുള്ള ആളുടെ പേരിൽ നമ്മളൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് മാനേജർ ബോട്ട് ക്ലോൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.